നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. പാർട്ടി വിട്ട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ. പാർട്ടി വിട്ട സുരേന്ദ്രൻ ഇനി വികസന മുന്നണിയുടെ ഭാഗമാകും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും ബി.ജെ.പിയിലെ തർക്കം അവസാനിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് സുരേന്ദ്രന്റെ പാർട്ടി മാറ്റം. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സുരേന്ദ്രൻ പാലക്കാട് ബി.ജെ.പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബി.ജെ.പി ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം. ആലപ്പുഴയിലെ എസ്.ഡി.പി.ഐ നേതാവ് ഷാൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ അറസ്റ്റിൽ. 2 മുതൽ 6 വരെയുള്ള പ്രതികളായ വിഷ്ണു, അഭിമന്യു, സാനന്ദ്, അതുൽ, ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് ഇവർ ഒളിവിൽ പോയിരുന്നു. പിന്നാലെ ഇവർക്കെതിരെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എസ്.ഡി.പി.ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ.എസ്. ഷാനി ബി.ജെ.പി ആർ.എസ്.എസ് പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ടെക്നോ പാർക്കിനുള്ളിൽ തീപിടുത്തം. ടാറ്റ എലക്സി കമ്പനിക്കുള്ളിലാണ് തീപിടുത്തമുണ്ടായത്. ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ കൂട്ടിയിട്ട ഗോഡൌണിലാണ് തീപിടുത്തമെന്നാണ് വിവരം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് അപകടം. ഗുരുതര പരിക്കേറ്റ യുവതിയും മരിച്ചു. വടക്കഞ്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 2ആയി. വടക്കഞ്ചേരി ചുവടുപാടത്ത് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കോട്ടയം പെരുമ്പനച്ചി സ്വദേശിനി ഇവിയോൺ ആണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ബൈക്ക് യാത്രികനായ കോട്ടയം പാമ്പാടി സ്വദേശി സനൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. വൈകിട്ടോടെയാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതിയും മരിച്ചത്. ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ അപകടമുണ്ടായത്. ഇരുവരും ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി പുറത്ത്. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPM നേതാവുമായ KV കുഞ്ഞിരാമന് 5 വർഷം തടവും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, മാനസാന്തരത്തിന് സാധ്യതയുണ്ട്, പല സാക്ഷിമൊഴികളും വൈരുദ്ധ്യമുണ്ട് എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. PV അൻവറിന് തിരിച്ചടി. ജനകീയ യാത്രയിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല. വനനിയമ ഭേദഗതിക്കെതിരായ PV അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തിരിച്ചടി. വയനാട്ടിലെ യാത്രയിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അൻവർ പ്രഖ്യാപിച്ചിരുന്നത്. പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും അൻവറുമായി സഹകരണത്തിന് തയ്യാറല്ല എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാടെന്നും വയനാട് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഇന്നു മുതൽ 5-ാം തീയതി വരെ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത്. മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് യാത്ര. നടി ഖുഷ്ബു അറസ്റ്റിൽ. പോലീസിനെതിരെ ബി.ജെ.പി. അണ്ണാ സർവകലാശാലയിലെ പീഡനത്തിൽ പ്രതിഷേധിച്ചതിന് പിന്നാലെ നടിയും ബി.ജെ.പി. നേതാവുമായ ഖുഷ്ബു സുന്ദർ മധുരയിൽ അറസ്റ്റിൽ. അനുമതി വാങ്ങാതെ പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞാണ് അറസ്റ്റ്. വിഷയത്തിൽ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ തങ്ങളെ പോലീസ് വീട്ടുതടങ്കലിലാക്കിയെന്നും ബി.ജെ.പി. നേതാക്കൾ ആരോപിച്ചു. ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പെൺകുട്ടിയുടെ പേരും ഫോൺ നമ്പരും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ഭാര്യയുമായുള്ള ബന്ധത്തെ ചൊല്ലി തർക്കം. ബസ് സ്റ്റാൻഡിൽ കത്തിക്കുത്ത്. ഇടുക്കിയിലെ കുമിളി ബസ് സ്റ്റാൻഡിൽ കത്തിക്കുത്ത്. കുത്തേറ്റ ചെങ്കര സ്വദേശി സുനിലിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ചെങ്കര സ്വദേശിയും തമിഴ്നാട് കമ്പത്ത് താമസക്കാരനുമായ മഹേശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെയാണ് കുമിളി ബസ് സ്റ്റാൻഡിൽ വെച്ച് ചെങ്കര സ്വദേശി പുതുക്കാട്ടിൽ സുനിലിനെ ചെങ്കര സ്വദേശിയായ മഹേശ്വരൻ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും നെഞ്ചിനും കൈക്കും സുനിലിന് പരിക്കേറ്റിട്ടുണ്ട്. മഹേശ്വരനും ഭാര്യയും കുറച്ചുനാളായി പിരിഞ്ഞു കഴിയുകയാണ്. മഹേശ്വരന്റെ ഭാര്യയും ഓട്ടോ ഡ്രൈവറായ സുനിലും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇതേ ചൊല്ലി മുൻപും ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. നിറയെ യാത്രക്കാരുമായി സർവീസ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ആര്യങ്കാവിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപെട്ടത്. ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ നിന്നും ബോഗികൾ വേർപെട്ടത്. ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നതിനാൽ വേർപെട്ട് മുന്നോട്ട് പോയ എഞ്ചിനോട് ചേർന്ന ഭാഗം അധികം ദൂരത്തല്ലാതെ നിന്നു. ട്രെയിനിന്റെ മധ്യഭാഗത്ത് നിന്നാണ് ബോഗികൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്.
പിന്നീട് റെയിൽവേ സാങ്കേതിക വിഭാഗം ജീവനക്കാരെത്തി പ്രശ്നം പരിഹരിച്ചു. അരമണിക്കൂറോളം ഈ ഭാഗത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെതിരെ ഡൽഹി മോഡൽ പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. സംസ്ഥാന സർക്കാരിനെതിരെ ഡൽഹി മോഡൽ പ്രതിഷേധത്തിനൊരുങ്ങി പാലക്കാട്ടെ കർഷകർ. കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കർഷകർ മഹാപ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കുഴൽമന്ദം, ചിറ്റൂർ, നെന്മാറ, കൊല്ലങ്കോട് ബ്ലോക്കുകളിലെ പാടശേഖര സമിതികളിൽ നിന്നായി 10,000-ലധികം കർഷകർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മഹാപ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷകരുടെ നീക്കം. താങ്ങുവില വർദ്ധിപ്പിക്കുക, സംഭരണ തുക നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുക, കയറ്റുകൂലി സപ്ലൈകോയിൽ നിന്ന് ഈടാക്കുക, കർഷകരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം.